നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്ന ഒരു അൺബോക്സിങ് വീഡിയോ അല്ലാതെ നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. അതിനകത്ത് ഒരു സ്മാർട്ട് വാച്ചാണ്. സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് പലതരം സ്മാർട്ട് വാച്ച് വരുന്നുണ്ട്. എല്ലാം ഏകദേശം ഒരേ ഫീച്ചറൊക്കെ തന്നെ, കൂടുതൽ കാൾ ഫംഗ്ഷനും ഇതൊക്കെയുള്ള ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു വിഭാഗം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി പോലെ അല്ലെങ്കിൽ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു വിഭാഗം. ഇത് രണ്ടുമാണ് കുറേ കാലം കൊണ്ട് നമ്മുടെ ഇതിനകത്ത് വിൽപ്പനയ്ക്കായിട്ടുള്ളത് സ്റ്റോറുകളിലെല്ലാം. ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് OS ഉള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് പ്രാവശ്യം പറയുന്നത്. ഇതിനെ റെസ്റ്റ് ഫോൺ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്തോന്ന് നോക്കാം. ഇപ്പം കുറേ കാലത്തിന് ശേഷം വന്നൊരു വെറൈറ്റി പ്രോഡക്റ്റ് എന്നോ ഒരു നൂതനമായൊരു ആശയം എന്ന് വേണമെങ്കിൽ നമുക്കിന്ന് പറയാം. കാരണം ഇത് ഇപ്പം ഇവർ ഫയർബോൾട്ടാണ് കൊണ്ടുവന്നത്, ഡ്രീം എന്നുള്ള പേരിൽ. ഇപ്പം മറ്റു കൂട്ടരും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ പോലെ തന്നെ സിം ഇടാവുന്ന, വൈഫൈ ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്ന, ആൻഡ്രോയിഡ് OS ഉള്ള, പ്ലേ സ്റ്റോറുള്ള ഒരു സ്മാർട്ട് വാച്ച്, ഒരു കൂട്ടം സ്മാർട്ട് വാച്ച് നമുക്ക് കിട്ടുന്നതാണ്. എന്തായാലും അതൊരു നല്ലൊരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ഇപ്പം 6000, 6500 തൊട്ട് 7500 വരെയൊക്കെയാണ് പല വേരിയൻറ്റിന് പ്രൈസ് വന്നിരിക്കുന്നത്. എന്നാലും വളരെ കുഴപ്പമില്ല. ആ പ്രൈസിന് ആൻഡ്രോയിഡ് OS ഉള്ള ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല തുടക്കം തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഇതിപ്പം ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇത് സെയിലുള്ളത്. ഫയർബോൾട്ടിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രീം എന്ന് പറയുന്ന റെസ്റ്റ് വാച്ച് ഫോൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കളർ ഏതാണ്ട് 12 ടൈപ്പുകളുണ്ട്. സ്ട്രാപ്പ് തന്നെ പലതരമുണ്ട്. സ്റ്റീലിൻ്റെ ഉണ്ട്, ഗ്ലൈഡ് സ്ട്രാപ്പ് ഉണ്ട്, പലതരം സ്ട്രാപ്പുകളുണ്ട്. പിന്നെ ഫ്രീ സൈസാണ്, എല്ലാം ഫ്രീ സൈസാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ 4G സിം LTE വരുന്നുണ്ട്. അതേപോലെ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് OS വരുന്നുണ്ട്. പ്ലേ സ്റ്റോർ വിത്ത് അൺലിമിറ്റഡ് ആപ്സാണ് അവർ പറയുന്നത്. മിക്ക ആപ്സും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതിന് വേണ്ടിയിട്ട് GPS വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 6000, 6200 ആ റേഞ്ച്. ഇപ്പം പല ചെറിയ ചെറിയ ഓഫറുകളൊക്കെ വെച്ചാലും നമുക്കൊരു 6000, 6500 കൂട്ടാം. എന്നിട്ട് 7500 വരെ പോകുന്നുണ്ട്. ചില വേരിയൻറ്റേക്ക് റേറ്റ് കൂടുതലാണ്. ഫീച്ചേഴ്സൊക്കെ വലിയ വ്യത്യാസമില്ല, പക്ഷേ അതിൻ്റെ സ്റ്റാഫും ഇതൊക്കെ ആയിട്ടുള്ള വ്യത്യാസമാണ്. അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള വെച്ചിട്ട് ഒരു ഫസ്റ്റ് ടെസ്റ്റ് ഫോണാണിത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏകദേശം കൃത്യമാണ്. ഈ ആൻഡ്രോയിഡ് OS ഡയറക്റ്റുള്ള പ്ലേ സ്റ്റോറുള്ള ഒരു വാച്ച് നമ്മുടെ ഇവിടെ ഇന്ത്യയിലെങ്കിലും അങ്ങനെ ലോഞ്ച് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പം 4G LTE നാനോ സിമ്മാണ് വരുന്നത്. ഇത് എല്ലാ ടെലികോം ഓപ്പറേറ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വൈഫൈ ഉണ്ട്. ഇന്നത്തെ ആൻഡ്രോയിഡ് OS എന്ന് പറയുന്നത് FireOS ആണെന്നാണ് അവർ പറയുന്നത്. ആൻഡ്രോയിഡ് OS തന്നെ. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ഉള്ളതുകൊണ്ട് ഒത്തിരി ആപ്പ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ആപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇൻബിൽറ്റായിട്ട് കീബോർഡുണ്ട്. പിന്നെ അതേപോലെ വോയിസ് ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ സ്പീക്കർ, കോൾ ചെയ്യാനും പാട്ട് കേൾക്കാനൊക്കെയുള്ള സ്പീക്കറുകളുണ്ട്. അതിനകത്ത് പറഞ്ഞാൽ കോർട്ടെക്സിൻ്റെ ക്വാഡ് കോർ CPU ആണ് വരുന്നത്. 4 GPU ആണ് വരുന്നത്. 2 GB RAM ഉണ്ട്. 16 GB സ്റ്റോറേജ് ഉണ്ട്. അതിൽ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ പോലെ തന്നെ ഒരു 5 GB അല്ല 6 GB OS മറ്റുള്ള കാര്യത്തിനായിട്ട് പോകുന്നുണ്ട്. ബാക്കി നമുക്ക് അവൈലബിൾ ആണ്. 800 mAh ബാറ്ററി വരുന്നത്. ഇത് GPS ഉണ്ട്. നമുക്ക് GPS ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് TWS ബ്ലൂടൂത്ത് ഡിവൈസ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ബ്ലൂടൂത്ത് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വെച്ച് നമുക്കിതെല്ലാം കണക്ട് ചെയ്യാം, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം കോൾ ഫംഗ്ഷൻ ഉണ്ട്. നേരിട്ട് തന്നെ നമുക്ക് ഡയൽ ചെയ്ത് കോൾ ചെയ്യാൻ സിം ഇടുന്നതുകൊണ്ട്. ടച്ച് സ്ക്രീനാണ്. നമ്മുടെ ഫിറ്റ്നസ്സിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ ഔട്ട്ഡോർ വാക്കിൻ്റെ അതുണ്ട്, ഹെൽത്ത്, മെഡിക്കൽ അതൊക്കെ ഉണ്ട്. ബാറ്ററിയുടെ റൺ ടൈം ഒരു 3 days ആണ് പറയുന്നത്. അതാണ് സാധാരണ ഫോണിനേക്കാളൊക്കെ വളരെ ചെറുതാണ്. ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പ്ലേ സ്റ്റോറിൽ തന്നെ സാധാ ആപ്പ് തന്നെ ഇതിനുവേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ലാഗ് ഒന്നും വലുതായിട്ട് വരത്തില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻസ്റ്റാഗ്രാം, ഓല, സൊമാറ്റോ, വാട്സപ്പ്, ഗൂഗിൾ ഷൂട്ട്, പിന്നീട് ആൾവേസ് ഓൺ ഡിസ്പ്ലേ ആണുള്ളത്. 5.1 cm ട്രൂ വ്യൂ ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. ഗൂഗിൾ വോയിസ് കമാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IP67 റേറ്റിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഉള്ള ഓഫോഡിയൊന്നും പേടിക്കേണ്ട, വളരെ കൂടിയ റേറ്റിംഗ് ഉള്ളതാണ് IP67 എന്ന് പറഞ്ഞാൽ. നാവിഗേഷനൊക്കെ അതിൻ്റെ സൈഡിൽ ബട്ടൺ ഉണ്ട്. ഈസിയായിട്ട് നമുക്ക് നാവിഗേഷൻ ചെയ്യാം. അതേപോലെ നമ്മുടെ പെഡോമീറ്റർ ഉണ്ട്, മൂവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ. ഹെയർ ട്രാറ്റ്, പിന്നെ അലാറം, കാൽക്കുലേറ്റർ, വെതർ എല്ലാം റിയൽ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലൗഡ് ബേസ് ആയിട്ടുള്ള വാച്ച് ഫേസുകളുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസുകളൊക്കെ സെലക്ട് ചെയ്യാം. ബോക്സ് വന്നിട്ട് സ്മാർട്ട് വാച്ചും ചാർജിങ് കേബിളും. എൻ്റെ മാനുവൽ DSW 202 എന്നാണ് മോഡൽ നമ്പർ. മോഡൽ നെയിം എന്ന് പറഞ്ഞാൽ ഡ്രീം റെസ്റ്റ് ഫോൺ എന്നാണ്. സ്ക്വയർ ടൈപ്പാണ് വരുന്നത്.
ഡയലിൻ്റെ കളറും ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി തിരിച്ചും വരും സ്ട്രാപ്പിനനുസരിച്ച്. സ്ട്രാപ്പിൻ്റെ സിലിക്കോൺ വരുന്നുണ്ട്, അല്ലാതെ മെറ്റീരിയൽ മാറി മാറി വരുന്നുണ്ട്. ഡയലിൻ്റെ മെറ്റീരിയൽ സിംഗിൾ ആണ്, അത് വാക്വം പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂണിസെക്സ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ആർക്ക് ഉപയോഗിക്കാം. ബക്കൽ ക്ലോഷർ വരുന്നുണ്ട്, അല്ലാത്ത സൈസ് ക്ലോഷറൊക്കെ ഓരോ മോഡലിന് വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട്. സെൻസർ എന്ന് പറഞ്ഞാൽ എയർടൈറ്റ് സെൻസറുണ്ട്. പിന്നെ അൾട്രാ ലോ പവർ കൺസപ്ഷനാണുള്ളത്. അതിൻ്റെ ഹൈ പ്രിസിഷനായിട്ടുള്ള എയർടൈറ്റാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ബ്ലഡ് ഓക്സിജൻ ഡിറ്റക്ഷൻ സെൻസറുണ്ട്, പിഡോമീറ്റർ ഉണ്ട്, ജി സെൻസറുണ്ട്, 3D ജി സെൻസറുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ കാണേണ്ട വരുന്ന SMS, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, അതർ സോഷ്യൽ മീഡിയ ആപ്സിൻ്റെ എല്ലാത്തിനും ഇതിനകത്തുനിന്ന് നമുക്ക് നോട്ടിഫിക്കേഷനകത്ത് അറിയാൻ പറ്റും. പിന്നെ സറണ്ടറി റിമൈൻഡർ ഉണ്ട്, കോൾ സിമുലേഷൻ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് വൈബ്രേഷനായിട്ട് റിങ് ആയിട്ടും വരും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററിയാണ്. ചാർജിങ് ടൈം മാക്സിമം ചാർജിങ് ടൈം 2 hours. ബാറ്ററി ലൈഫ് 72 hours ആണ് പറയുന്നത്. പിന്നെ റീചാർജബിളാണ്, USB കേബിൾ വഴിയാണ്. ഇതിൻ്റെ ഒട്ടുന്ന സൈസ് ചാർജറാണ് ഇതിനുള്ളത്. സ്റ്റാൻഡ് ബൈ ടൈം 360 മണിക്കൂറാണ്. സ്റ്റാൻഡ് ബൈ ടൈം വളരെ ഹൈ ആയിട്ട് പറയുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ 2.02 120x368 പിക്സലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്, മാഗ്നറ്റിക് ചാർജിങ് അങ്ങനത്തെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഉണ്ട്. ഇൻബിൽഡായിട്ട് സ്പീക്കറും മൈക്കും ഉണ്ട്. പിന്നീട് ഹെൽത്ത് സ്യൂട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിളായിട്ടുള്ള സ്പോർട്സ് മോഡുണ്ട്. ബ്ലൂടൂത്ത് 4.2 എന്നും 5 എന്നും പറയുന്നുണ്ട്, ഏതാണെന്നുള്ളതൊന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് റേഞ്ച് 10 മീറ്ററാണ്. കാർ ഫീച്ചേഴ്സ് നമുക്ക് വിളിക്കാൻ, റിജക്റ്റ് ചെയ്യാൻ, ആൻസർ എല്ലാം ചെയ്യാം. 2G 3G 4G എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ ഇല്ലാത്ത ടൈപ്പാണ്. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. ഫിറ്റ്നസിൻ്റെ വരുന്ന പറഞ്ഞാൽ കാലറി കൗണ്ട് ചെയ്യാം, സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാം, ഹെർട്ട് റേറ്റ് മോണിറ്റർ, മൾട്ടിമീറ്റർ, ഓട്ടോമാറ്റിക് മോഷൻ റെക്കഗ്നിഷൻ, 360 ഹെൽത്ത് കവർ, SpO2, ഹെർട്ട് റേറ്റ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, ബ്രീത്ത് മോണിറ്ററിംഗ്, സ്മാർട്ട് അലാറം, സറണ്ടർ റിമൈൻഡർ ഇതെല്ലാം ഉണ്ട്. ഡേറ്റ്, ടൈം, കറണ്ട്, അലാറം, ക്ലോക്കിംഗ് എല്ലാം ഉണ്ട്. കോമ്പസ് ഇല്ല, ക്രോണോഗ്രാഫ് ഉണ്ട്. ഇംഗ്ലീഷാണ് ഇതിൻ്റെ ലാംഗ്വേജ്. നോയ്സ് കൺട്രോൾ ഉണ്ട്, 1 year ആണ് വാറണ്ടി. പിന്നെ ഇതിൻ്റെ സൈസ് വെച്ചാൽ വെട്ട് 49.5 mm, ഹൈറ്റ് 13.5 mm, തിക്നെസ് 13.5 mm, വെയിറ്റ് ഒരു 50 അത്രയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നീട് മറ്റു ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫയൽ വർക്ക് ചെയ്യാൻ വേണ്ടി ആപ്പിൾ വാച്ചിനൊക്കെ ഉള്ളൊരു ബട്ടണുണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ ഒരു ബട്ടൺ വരുന്നുണ്ട് അതിൽ തന്നെ. പിന്നെ സ്പീക്കറാണ് വരുന്നത്. പ്രസറിൽ അതേപോലെ തന്നെ സിം ഡ്രൈവും വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഇജക്ടർ ഇല്ലാതെ തന്നെ, സിം ഇജക്ടർ ടൂൾ ഇല്ലാതെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ് വരുന്നത്. 3.7 watts 5 watts അത്രയുള്ള ബേസിക് അഡാപ്റ്ററാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് നമുക്ക് പറയുന്നുണ്ട്. പ്രത്യേകം ഇതിനകത്ത് പ്രീ അപ്ലൈഡായിട്ട് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നീടെന്ന് പറഞ്ഞാൽ ചാർജിങ് കേബിളും ഇതൊക്കെ അത്യാവശ്യം നല്ല നീളമുള്ള ടൈപ്പാണ്. ഇവരുടെ ബാൻഡ് ഡ്യുവൽ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 2.4 വരെയാണ് കണ്ടത് ഡിസ്ക്രിപ്ഷനിൽ. 5 ഗാർഡ്സിന് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് ഒന്നുകൂടെ നോക്കണം. ഇത് ഒരേ സമയം തന്നെ TWS, മൗസ്, കീബോർഡ് ഇതായിട്ടെല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യമുള്ള എല്ലാത്തരം ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല 600 nits ആണ് ബ്രൈറ്റ്നസ് പറയുന്നത്, 60 Hz ആണ് ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് പറയുന്നത്. ഇതിൻ്റെ ഇതിനകത്ത് വളരെയധികം കണ്ടതിൽ അങ്ങനെ ലാഭമൊന്നും കാണുന്നില്ല, വ്യൂവിങ് ആംഗിളൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ടച്ച് ഒക്കെ വളരെ പക്കയാണ്. ഇത് സിംഗിൾ ഫിംഗർ മാത്രമേ വർക്കാകത്തുള്ളൂ, മൾട്ടി ടച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു. പിന്നെ ഇത് ഫോണുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. ഇത് സ്റ്റാൻഡ് അലോണായിട്ടൊരു ഫോൺ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫോണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാണ്ട് ബ്ലൂടൂത്ത് അങ്ങനെയുള്ള മാർഗ്ഗങ്ങളേ ഉള്ളൂ, അല്ലാതെ ഫോണ് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊന്നും അത് കാണിക്കുന്നില്ല. എനിക്ക് അപ്ഡേറ്റ് വല്ലതും വരുമ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും പറ്റുന്നെങ്കിലേ ഉള്ളൂ. ഇത് സ്റ്റാൻഡ് അലോണായിട്ടുള്ളൊരു ആൻഡ്രോയിഡ് OS ഉള്ളൊരു ഉപകരണം തന്നെയാണ്. അതല്ല ആപ്പ് എല്ലാം എഴുതപ്പെട്ട ആപ്പും എല്ലാം നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ, മാപ്പ്, ഫ്ലിപ്കാർട്ട്, പേടിഎം, അതേപോലെ പ്രൈം വീഡിയോ എല്ലാ സാധനവും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വോയിസ് റെക്കോർഡിങ്ങും അതിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ടോർച്ച് ഒന്നും അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫ്ലാഷ് ലൈറ്റായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടി പണ്ട് നമ്മുടെ ഇതിനകത്തൊക്കെ ഫോണിനകത്ത് പണ്ടുണ്ടായിരുന്നില്ല, അതേപോലെ നമുക്ക് യൂസ് ചെയ്യും. പിന്നെ അതിനകത്ത് സ്വന്തമായിട്ടൊരു മാർക്കറ്റുണ്ട്, അതിനകത്ത് ഏതാണ്ട് കുറച്ച് 5-6 ആപ്പൊക്കെ ഉണ്ട്. അത് പ്ലേ സ്റ്റോറിലൊക്കെ ഉള്ളതും ഇല്ലാത്തതൊക്കെ ആയുള്ള ആപ്പ് അതിനകത്തുണ്ട്. ക്യാമറ ഇല്ലാത്ത മോഡലാണ്. ബാറ്ററി സേവിങ് മോഡ് അതൊക്കെ അതിനകത്തുണ്ട്. കാലണ്ടർ, കാൽക്കുലേറ്റർ, വീഡിയോ പ്ലേ ഉണ്ട്, നമുക്ക് ഫോട്ടോ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻഷോട്ട് യൂസ് എടുക്കാൻ പറ്റും വെച്ച് തന്നെ. ബട്ടൺ നമുക്ക് പല രീതിയിൽ ഫങ്ഷൻ ചെയ്യാം, ഫോണിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ആൻഡ്രോയിഡിൻ്റെ 8.1 വെർഷനാണ് കേട്ടോ അതിനകത്ത് കിടക്കുന്നത്. പിന്നെ കോളെല്ലാം ഡയറക്റ്റ് ഫോണിൽ നിന്ന് പറ്റത്തില്ല, നമ്മുടെ ഇതിനകത്ത് നേരിട്ട് വിളിക്കാമെന്നുള്ളതേ ഉള്ളൂ. സ്മാർട്ട് വാച്ചിൽ നിന്ന് തന്നെ നേരിട്ട് വിളിക്കാനേ ഉള്ളൂ. അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതെന്നാണ് എല്ലാവരും ഉപയോഗിച്ച് എല്ലാവരും റിസൾട്ടായിട്ട് പറയുന്നത്. ബാറ്ററി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 800 mAh കിട്ടുന്നുണ്ട്. എന്തായാലും ഹെവി യൂസേഴ്സിനൊക്കെ തന്നെ 2.5 മണിക്കൂറൊക്കെ അത് കിട്ടുമെന്നാണ് പറയുന്നത്.
പിന്നെ പലതരം ഗെയിമുകൾ ഇതിനകത്തുണ്ട്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ തന്നെ ലൂഡോ ഉണ്ട്, സബ്വേ സർഫർ, ഫുഡ് നിഞ്ച, ടെമ്പിൾ റൺ, ക്യാൻഡി ക്രഷ് എല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു സ്മാർട്ട് വാച്ചിന് പറ്റിയ എല്ലാ പരിപാടികളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എന്തായാലും കുറേ കാലത്തിന് ശേഷം ഈ ഒരു വിപണിയിൽ വന്നത് ഉപയോഗകരമായ ഒരു പ്രോഡക്റ്റ് എന്ന് നമുക്ക് തന്നെ പറയാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പുതിയ പ്രോഡക്റ്റുകൾ വരട്ടെ. അപ്പോൾ കുറച്ചുകൂടെ വിപണി ഒന്നും കൂടെ എന്താ പറയുക, ഒന്ന് ഉഷാറായി വരട്ടെ. കുറച്ചും കൂടെ പുതിയ പ്രോഡക്റ്റുകൾ എല്ലാവർക്കും കിട്ടട്ടെ. പലപ്പോഴും ഫോണില്ലാതെ തന്നെ നമുക്ക് വാച്ചിനകത്ത് കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണല്ലോ. അപ്പം റേഞ്ചിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഉപയോഗിച്ച് നോക്കുമ്പോഴേ അറിയത്തില്ലെങ്കിലും ഉപയോഗിച്ച പലരെയും റിവ്യൂ കണ്ടതിൽ അവരാരും അതിനകത്ത് അങ്ങനെ ഒരു വിഷയമൊന്നും പറഞ്ഞു കേട്ടില്ല. വീഡിയോസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.